സൗത്ത് ഇന്ത്യയിൽ വരുന്നതിൽ പകുതിയിലധികം പേരും മിസ്സാക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലം. കെട്ടുവള്ളങ്ങൾക്കും കായൽ കാഴ്ചകൾക്കും പ്രസിദ്ധമായ സമ്പന്നമായ നമ്മുടെ ആലപ്പുഴ. ആലപ്പുഴയിലെത്തിയാൽ കെട്ടുവള്ളങ്ങളിലൂടെ കായൽപ്പരപ്പിലൂടെ ഒഴുകി നടക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. നമ്മളിപ്പോൾ ഇതേ കുറച്ച് ഹൗസ് ബോട്ടുകളൊക്കെ കയറി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും നമുക്കൊന്ന് സെലക്ട് ചെയ്യണ്ടേ? ഹലോ, നമസ്കാരം. എല്ലാവർക്കും 777 ജാക്ക് ജോൺസിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ആലപ്പുഴ ടൗണിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു ഏജൻറ്റിനെ കണ്ടു കേട്ടോ. ആ ഏജൻറ്റിൻ്റെ പിന്നാലെയുള്ള യാത്രയാണ്. ഇവിടെ എത്തിയാൽ തന്നെ ഹൗസ് ബോട്ട് എടുക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഈ പരിസരങ്ങളിലൊക്കെ തന്നെ ഓരോ ഏജൻറ്റ്സ് ഉണ്ടായിരിക്കും. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ പിന്നെ ഡയറക്റ്റ് ആ ഹൗസ് ബോട്ടിൻ്റെ അവിടേക്ക് വന്നാൽ മതി. വഴിയിൽ വെച്ച് തന്നെ നമ്മളൊരു ഏജൻറ്റിനെ പരിചയപ്പെട്ടുകൊണ്ടേ അദ്ദേഹത്തിൻ്റെ ബോട്ടുകളൊക്കെ കിടക്കുന്ന ആ ഒരു വശത്തേക്ക് നമ്മളെത്തി. ഇവിടെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിറയായിട്ട് ഹൗസ് ബോട്ടുകൾ ഇട്ടിരിക്കുകയാണ്. നമുക്കിതിലേക്കൊന്ന് കയറി കാണാം. ഇപ്പോൾ ഒരു 4-5 ഹൗസ് ബോട്ടുകൾ നമ്മളിപ്പോൾ ഇവിടെ കയറി കാണും. ഓരോന്നിനും റേറ്റ് വ്യത്യാസമുണ്ട്. പിന്നെ ക്രൂയിസിങ് ടൈമും വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മളൊരു ദിവസം സ്റ്റേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞു. അപ്പോൾ 5 മണി തൊട്ടൊക്കെയാണ് അവർ ക്രൂയിസിങ് തുടങ്ങുന്നത്. രാത്രി നമുക്ക് സ്റ്റേ ചെയ്യേണ്ട പർപ്പസും കൂടി ഉണ്ട്. ഹൗസ് ബോട്ട് എന്നാണെന്ന് കണ്ടാൽ പറയില്ലല്ലേ, നല്ല ഒരു ഹോട്ടലിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ 6000 റേഞ്ച് തൊട്ട് മുകളിലേക്കാണ് റേറ്റുകളെല്ലാം പറയുന്നത്. ഓരോ ബോട്ടിലെയും സൗകര്യങ്ങളനുസരിച്ചും ബെഡ്റൂമുകളൊക്കെ അനുസരിച്ചും വ്യത്യാസമുണ്ട് റേറ്റിനൊക്കെ. ഞങ്ങൾ കൂടുതലായിട്ട് നോക്കുന്നത് ബാൽക്കണി പർപ്പസാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടം കൂടുതലായിട്ടും മുകളിൽ നിന്നും കായൽ കാഴ്ച ആസ്വദിക്കാനായതുകൊണ്ട് ഞങ്ങൾ കുറച്ചധികം ബോട്ടുകളൊക്കെ നോക്കി കാണുന്നുണ്ട്. ഇത് നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ ഏരിയ ആണ്. നമ്മളിപ്പോൾ ബോട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചെണ്ണം കണ്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം അല്ലേ? ബോട്ട് യാത്രയൊക്കെ കൊള്ളാം. പക്ഷേ ഈ ഹൗസ് ബോട്ടിൽ കയറുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കയറ് പിടിച്ചുകൊണ്ട് കയറണം. നമുക്കത് കയറി അധികം പരിചയമൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോഴേ അങ്ങനെ നടന്നിട്ട് നമ്മളൊരു ബോട്ട് സെലക്ട് ചെയ്തു കേട്ടോ. ഇനി ഇവിടെ തന്നെ സമയം അധികം കളഞ്ഞാലേ നമുക്ക് ക്രൂയിസിങ് കിട്ടില്ല. ഏകദേശം 2 അവർ ക്രൂയിസിങ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ സമയം ഏകദേശം 5 മണിയായി. ഇനി അധികം സമയമില്ലാത്തതുകൊണ്ടേ നമ്മൾ വേഗം ഒരു ബോട്ട് സെലക്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ സ്രാങ്ക് വന്നു. ദേ സ്റ്റിയറിംഗ് വീലൊക്കെ പിടിച്ച് തിരിക്കാൻ തുടങ്ങി. അങ്ങനെ ബോട്ട് കായൽ പരപ്പിലൂടെ മൂവ് ചെയ്യാൻ തുടങ്ങി. അവർ ഈ ബോട്ടിൻ്റെ കെട്ടൊക്കെ അഴിച്ചു വിട്ടു. ഇവിടെ ഈ സ്രാങ്ക് ബോട്ട് പുറകിലേക്ക് എടുക്കുന്ന ആ ഒരു കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പുറകിലുള്ള ആളുടെ വയർലെസ് നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടായിരുന്നു കേട്ടോ സ്രാങ്ക് ബോട്ട് പുറകിലേക്ക് എടുത്തത്.
നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈവനിങ് സമയത്ത് ഈ കായലിലൂടെ എല്ലാ വള്ളങ്ങളും കരയ്ക്കടുപ്പിക്കാനുള്ള നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി എല്ലാവരും ഓരോ തുരുത്തിൽ സ്റ്റേ ചെയ്യും. അങ്ങനെ നമ്മൾ ജലപ്പരപ്പിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നൗക. ചെറുതും വലുതുമായിട്ട് സഞ്ചാരികൾക്ക് ആവശ്യമുള്ള രീതിയിൽ വ്യത്യസ്തതയിലുള്ള ഹൗസ് ബോട്ടുകൾ ഇവിടെ ഉണ്ട്. പലതരത്തിലുള്ള ഹൗസ് ബോട്ടുകൾ ഇവിടെ സഞ്ചാരികൾക്ക് എപ്പോഴും ലഭ്യമാണ്. ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഒരു ഹോൾ നൈറ്റ് സ്റ്റേ പാക്കേജാണ്. ഹൗസ് ബോട്ടിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കാലാവസ്ഥയൊക്കെ ഓക്കെ ആണെങ്കിൽ ഇത്രയും മനോഹരമായ യാത്ര അത് സ്വപ്നങ്ങളിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഡേ മാത്രമായിട്ടുള്ള പാക്കേജുകളും നൈറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള പാക്കേജുകളും ഒരുമിച്ച് ഒന്നിലധികം ദിവസങ്ങളുള്ള പാക്കേജുകളും ഒക്കെ ഉണ്ട്. ഈവനിങ് ഒരു 7 മണിയോട് കൂടി തന്നെ ഈ ബോട്ടുകളെല്ലാം ഓരോ തുരുത്തിലൊക്കെ അടുപ്പിക്കും. പിന്നെ രാത്രി സവാരി ഇല്ല, മോർണിംഗിലാണ് പിന്നെ അടുത്ത ഒരു ക്രൂയിസിങ് തുടങ്ങുന്നത്. നല്ല കാറ്റുണ്ടല്ലേ, പ്രതീക്ഷിക്കാത്തൊരു ബോട്ട് യാത്രയായിരുന്നു. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല ഗുഡ് വെതറാണ്. ഇത് ഈവനിങ് ടൈം ആണ്. ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്തത്. കുറേ ഹൗസ് ബോട്ടുകളുണ്ട്. അപ്പൊ നമ്മൾ ഒരെണ്ണം ചൂടറിയുന്നില്ല. അങ്ങനെ ഇപ്പൊ ബാൽക്കണി ഉള്ളതുകൊണ്ട് നമുക്ക് സെറ്റ് ആയിട്ടാ ആ കാറ്റ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉച്ച ആയിരുന്നെങ്കിൽ ഭയങ്കര വെയിലായിട്ട് നമുക്ക് ടയർഡായിരുന്നു. പക്ഷെ ഇപ്പം അവർ സ്റ്റാർട്ട് ചെയ്തത് 5 മണിക്കാണ്. വെയിലൊക്കെ ആറി കാമാണ്. ഈ കായൽ ഭയങ്കര കാമാണ് കേട്ടോ. ഇതിൽ ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെ പോണേ? മാറ്റിക്കൊണ്ട് നമ്മുടെ തോണി മുന്നിൽ ഒരു കാലഘട്ടത്തിൽ ജലഗതാഗതത്തിന് ഏറ്റവും അധികം പ്രശസ്തമായ നാടായിരുന്നു ആലപ്പുഴ. എല്ലാത്തരം ചരക്ക് നീക്കങ്ങളും നടത്തിയിരുന്നത് ഈ ജലത്തിലൂടെയും കെട്ടുവള്ളങ്ങളിലൂടെയും ആയിരുന്നു. പിന്നീട് ഈ കെട്ടുവള്ളങ്ങളെല്ലാം വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ള വമ്പൻ കെട്ടുവള്ളങ്ങളായി പരിഷ്കരിച്ചത് എന്തായാലും നന്നായി. വെള്ളത്തിൽ വള്ളംകളി അല്ലാതെ പിന്നെ എന്താ ആഘോഷം? നമുക്ക് ആരംഭിക്കല്ലേ? ഇതിന്റെ ഫ്രണ്ട് കൂടെ കുറേ സ്പീഡ് ബോട്ടുകൾ പോകുന്നുണ്ട്. സ്പീഡ് ബോട്ടിലൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇവിടെ മസ്റ്റായിട്ട് വരണം. ഇതേ കൂടെ ഇട്ടിങ്ങനെ കറക്കും. ഇഷ്ടംപോലെ പേര് ഇതിൽ പോകുന്നുണ്ട്.
ഉണ്ണിയും പിന്നെ ശരത്ത്. ഉണ്ണിയും ശരത്ത് ഇവർ രണ്ടുപേരും നമ്മുടെ ഈ ഹൗസ് ബോട്ട് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മൾ വെമ്പനാട്ട് കായലിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏത് ഭാഗമായിട്ട് വരും ഈ കായലിൻ്റെ? കുപ്പപ്പുറം. നമുക്ക് ഇവിടുത്തെ സ്ഥലത്തെ പേരുകളൊന്നും പരിചയമില്ല, അപ്പോൾ പറഞ്ഞില്ലേ കുപ്പപ്പുറം അതന്നെ. ഇതിപ്പോൾ നേരെപ്പടി എവിടെയാണ് കയറുന്നത്? അറബിക്കടലില്ല, കണക്ഷനൊന്നും ഇല്ല അല്ലേ? ഇതിൽ ഉപ്പില്ലാത്ത ഏറ്റവും വലിയ കായലാണ് വെമ്പനാട്ട് കായൽ. ചായ ചായ കുടിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കിച്ചണിലേക്ക് ഇത് പോയി നോക്കാം. കിച്ചണിലേക്ക് ഒന്ന് പോയി ഇന്ന് രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ എന്താന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി. ഇനിതേ ഈ തുരുത്തിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്, കൂടാതെ കുറച്ച് ഷോപ്പുകളും ഉണ്ട് വീടിനോട് ചേർന്ന്. ഇന്ന് രാത്രിയിലെ സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനാണ് നമ്മൾ ഈ തുരുത്തിൽ ഇറങ്ങുന്നത്. ഈ തുരുത്തിലെ അടിപൊളി വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി ടുഡേ സൈനിങ് ഓഫ് 777 at Jack Jones.